അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഖുലാസയുടെ 11ാമത്തെ ക്ലാസ്സാണ്. വുളൂഇൻ്റെ ഫർളുകൾ, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. വുളൂഇന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഷർത്തും ഫർളും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. രണ്ടും നിർബന്ധമാണ്. പക്ഷേ ഷർത്തും ഫർളുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു. ഷർത്ത് അത് മുമ്പ് തയ്യാർ ചെയ്ത് വെക്കേണ്ടതാണ്. ഫർള് അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്. പുറത്തുള്ള കാര്യമാണ് ഷർത്ത്, ഉള്ളിലുള്ള കാര്യമാണ് ഫർള്. ഫുറൂലുൽ വുളൂഇ, വുളൂഇൻ്റെ ഫർളുകൾ സിത്തത്ത്, 6 എണ്ണമാണ്. 1 നിയ്യത്താണ്. 2 മുഖം കഴുകൽ. 3 കൈ രണ്ടും മുട്ടോടുകൂടെ കഴുകൽ. 4 തലയിൽ നിന്നും അല്പം തടവൽ. 5 കാൽ രണ്ടും നെരിയാണിയോടുകൂടെ കഴുകൽ. 6 ചെവി തടവൽ. ഇൻഷാ അല്ലാഹ്. ഇനി ഒന്നാമത്തെ ഫർളായ നിയ്യത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അൽ-അവ്വലു, ഒന്നാമത്തെ ഫർള് നിയ്യത്തു, അത് നിയ്യത്താണ്. ഏതൊരു പ്രവർത്തനമായാലും അവിടെ നിയ്യത്ത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്ത്, ഭാഷാ അർത്ഥത്തിൽ കരുതുക എന്നാണ് അർത്ഥം. അൽ ഖസ്ദു വശർഅൻ, ഖസ്ദു അമലി മുഖ്തരിനൻ ബിഫീലിഹി. ഖസ്ദു വശർഅൻ, ഖസ്ദു അമലിൽ മുഖ്തരിനൻ ബിഫീലിഹി. ഒരു അമലിനെ കരുതലാണ്. എങ്ങനെ? അമൽ പ്രവർത്തിക്കലിനോട് അനുകരിക്കുന്നതിനോട് അമലിനെ കരുതുക. അതിനാണ് ശറയിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പള്ളിയിൽ പോയി ഇരിക്കുന്നു. ആ ഇരിക്കലിനോട്, ഇത്തികാഫിന് ഇരിക്കലിനോട് അനുകരിച്ചുകൊണ്ട് ഇത്തികാഫിനെ കരുതുന്നു. അപ്പോൾ നമുക്ക് നാം ഇത്തികാഫിനെ കരുതാതിരുന്നു അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം ഇത്തികാഫിനെ കരുതലോട് കൂടി നമുക്ക് ലഭിക്കുകയാണ്. പള്ളിയിലുള്ള ഇരുത്തം തുടങ്ങുമ്പോൾ ഇത്തികാഫിനെ കരുതുക. അതുപോലെ ഒരു പ്രവർത്തനത്തിനോട് അനുകരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിനെ നമ്മൾ കരുതുക. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും അമലുകൾ സ്വീകാര്യയോഗ്യമാകുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ നിയ്യത്ത് നന്നാക്കലോടുകൂടി അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. ഉദാഹരണം, നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ കയറി ഇത്തികാഫിന് നിയ്യത്ത് വെച്ചാൽ നമ്മൾക്ക് കൂലി ലഭിക്കുകയാണ്. അതുപോലെ നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ആരാധന ചെയ്യാൻ ശക്തി വേണം, ആരോഗ്യം വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് കരുതി കഴിഞ്ഞാൽ അതിന് കൂലി ലഭിക്കുകയാണ്. അതുപോലെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്ത് അനുകരിക്കാൻ വേണ്ടിയാണ് പോലത്തെ കാര്യങ്ങൾ കരുതിയാൽ അതൊക്കെ നമ്മൾക്ക് വലിയ കൂലിയുള്ള കാര്യമായി മാറുകയാണ്. അപ്പോൾ നിയ്യത്ത് കൊണ്ടാണ് അമൽ സ്വീകാര്യയോഗ്യമാകുന്നത്. ഒരാൾ നിയ്യത്ത് ചെയ്യാതെ ജനാബത്തുകാരനായിക്കൊണ്ട് പുഴയിൽ പോയി കുളിച്ചു, നല്ലോണം സോപ്പ് ഒക്കെ തേച്ച്, പക്ഷെ അവൻ്റേത് കുളിയായിട്ട് പരിഗണിക്കുകയില്ല. വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. വെള്ളിയാഴ്ച തന്നെ കുളിച്ചു. അവൻ കുളിച്ചാൽ വൃത്തിയാവും എന്നല്ലാതെ അവന് സുന്നത്തായ കുളിയുടെ കൂലി ലഭിക്കുന്നില്ല. പെരുന്നാൾ ദിവസം രാവിലെ തന്നെ കുളിച്ചു, നിയ്യത്ത് ചെയ്തില്ല. പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാതെ കുളിച്ചാൽ ശരീരം വൃത്തിയാകും എന്നല്ലാതെ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയുടെ കൂലി ലഭിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഏതൊരു പ്രവർത്തനങ്ങളായാലും അത് കൂലി ലഭിക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യയോഗ്യമാകുന്നത് നാം നിയ്യത്ത് ചെയ്യലോടു കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വതക്ഫി ഫിൽ വുളൂഇ ഇഹ്ദാഇ നിയ്യത്തിൽ
തെക്കുഫി വുളൂഹു വുളൂയിൽ മതിയാകും. ശേഷം പറയുന്നതായ നിയത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മതിയാകും വുളൂയിൽ. ഏതാണ് ആ നിയത്തുകൾ? 1. നവൈത്തുൽ വുളൂ, വുളൂവിനെ ഞാൻ കരുതി. നവൈത്തുൽ അദാഉൽ വുളൂ, വുളൂവിനെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. നവൈത്തുൽ ഫർളുൽ വുളൂഇ, വുളൂവിൻ്റെ ഫർളിനെ ഞാൻ കരുതി. നവൈത്തുൽ അദാഉൽ ഫർളിൽ വുളൂഇ, വുളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. നവൈത്തുൽ ഇസ്തിയാഹത്തി സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ നഹ്വിയ. അതുപോലെ ഒന്നിലാണ്. എങ്ങനത്തെ ഒന്ന്? ലാ യുബാഉ ഇല്ലാ ബിൽ വുളൂഹ്, വുളൂ കൊണ്ടല്ലാതെ ഹലാലാവാത്ത കാര്യങ്ങൾ. ഉദാഹരണം, മുസാഫ് തൊടുക, ത്വവാഫ് ചെയ്യുക. അതൊന്നും വുളൂ കൊണ്ടല്ലാതെ സ്വഹീഹാവുകയില്ലല്ലോ. അപ്പോൾ ഞാൻ മുസാഫ് തൊടുന്നതിൻ്റെ ഹലാലാകുന്നു. നവൈത്തു ത്വഹാറത്തു സ്വലാത്തു, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധീകരണത്തെ ഞാൻ കരുതുന്നു. നവൈത്തു ത്വഹാറത്തു അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണത്തിനെ ഞാൻ കരുതി. നവൈത്തു റഫുൽ ഹദസി, അശുദ്ധിയെ ഉയർത്തലിൽ ഞാൻ കരുതി. ഇങ്ങനെ 8 രൂപത്തിലുള്ള നിയത്തുകളാണ് നമുക്ക് വുളൂയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ 8 രൂപത്തിലുള്ള നിയത്തിൽ ഏതെങ്കിലും ഒന്ന് മതിയെന്നാൽ എല്ലാവർക്കും അങ്ങനെ മതിയോ? വദായിമൽ ഹദസി, നിത്യാശുദ്ധി അല്ലാത്ത ആളുകൾക്ക്. വദായിമുൽ ഹദസി, നിത്യാശുദ്ധിക്കാരൻ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വുളൂവിൻ്റെ ഷർത്ത് പറഞ്ഞ സ്ഥലത്ത് നിത്യാശുദ്ധിക്കാരൻ സമയമായെന്നറിയുക. നിത്യാശുദ്ധിക്കാരൻ എന്ന് പറഞ്ഞാൽ മൂത്രവാർച്ചക്കാരൻ, അതുപോലെ നിയന്ത്രണമില്ലാതെ കീഴ്വായു പോകുന്ന ആൾ. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മറ്റു മിത്രാദിമാരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ദായിമുൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ. ലാ തക്ഫീഹി ഇല്ലാ വാഹിദത്തു മിനൽ ഖംസിൽ വലൂല, അവൻക്ക് മതിയാവുകയില്ല. ഇല്ലാ വാഹിദത്തിൽ ഖംസിൽ ഊല, ആദ്യത്തെ അഞ്ചെണ്ണത്തിലുള്ള ഒന്ന് മതി. ആദ്യത്തെ 5 എണ്ണമുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? നവൈത്തുൽ വുളൂഇ, നവൈത്തുൽ അദാഉൽ വുളൂഇ, നവൈത്തുൽ ഫർളുൽ വുളൂഇ, നവൈത്തുൽ ഇസ്തിബാഹത്തു സ്വലാത്തി. ഈ 5-ൽ നിന്നും ഒന്നല്ലാതെ അവർക്ക് മതി. 6ഉം 7ഉം 8ഉം ഇവർക്ക് പറ്റില്ല. ആ നിയത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 6ാമത്തേത് എന്താണ്? നവൈത്തു ത്വഹാറത്ത് ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ത്വഹാറത്തിനെ ഞാൻ കരുതി, ശുദ്ധീകരണത്തിനെ കരുതി. നവൈത്തു ത്വഹാറത്ത് അനിൽ ഹദസി, ഹദസിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനെ കരുതി. 8ാമത്തത് എന്താണ്? നവൈത്തുൽ റഫുൽ ഹദസി, അശുദ്ധി ഉയർത്തലിനെ ഞാൻ കരുതി. ഇങ്ങനെയാണല്ലോ. ഫലാ യൻവി ത്വഹാറത്തു, ത്വഹാറത്തിനെ കരുതാൻ പാടില്ല. വലാ റഫീൽ ലിയഖായിൽ ഹദസി, അശുദ്ധി ഉയർത്തലിനെയും കരുതാൻ പറ്റില്ല. അവരുടെ അശുദ്ധി അവിടെ ബാക്കിയായതിനു വേണ്ടി ആ കാരണം കൊണ്ട് അവസാനത്തെ 3 നിയത്ത് നിത്യാശുദ്ധിക്കാരനായ ആളുകൾക്ക് പാടില്ല. അവർക്ക് ആദ്യത്തെ 5-ൽ നിന്നും ഏതെങ്കിലും ഒന്ന് തന്നെ വേണം. എപ്പോഴാണ് നിയത്ത് ചെയ്യേണ്ടത്? മുഖം കഴുകുന്ന സമയത്താണോ അല്ലെങ്കിൽ തല തടവുന്ന സമയത്താണോ? യജിദു കർണൽ നിയത്ത് ഞാൻ ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. യാ അവലിൽ അസിലിൽ വജിഹി, മുഖം കഴുകുന്നതിന് മുമ്പ്, മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ, 1ാമത്തെ തവണ കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ നിയത്തിനെ അനുകരിപ്പിക്കണം. ഒരാൾ 1ാമത് കഴിഞ്ഞ് 2ാമത് കഴുകുന്ന സമയത്താണ് നിയത്ത് ചെയ്യുന്നതെങ്കിൽ അത് 1ാമതായിട്ട് സ്വീകരിക്കുകയുള്ളൂ. 1 ഫമാ
ഖറനഹ നിയത്തിനെ ഒന്നിനോട് അനുകരിപ്പിച്ചത്. അത് വുളൂഇൻ്റെ തുടക്കമാണ്. രണ്ടാമത്തെ തവണ കഴുകലിനോടാണ് നിയത്തിനെ അനുകരിപ്പിച്ചതെങ്കിൽ ആ രണ്ടാമത്തെ തവണത്തെ കഴുകലാണ് വുളൂഇൻ്റെ തുടക്കം. അപ്പോൾ രണ്ടാമത്തെ തവണ കഴുകൽ വുളൂഇൻ്റെ തുടക്കമാകുമ്പോൾ വയജിദു നിർബന്ധമാകും ഇആദത്തു മാ സയഖഹ മിൻഹു. നിയത്ത് വെക്കുന്നതിനേക്കാൾ മുൻഗണനയായി ഒന്നിനെ മടക്കൽ നിർബന്ധമാണ്. ഉദാഹരണം, ഒരാൾ കൈ കഴുകുന്ന സമയത്താണ് നിയത്ത് ചെയ്യുന്നതെങ്കിൽ ആ മുഖം കഴുകലിനെ മടക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരാൾ തല തടവുന്ന സമയത്താണ് നിയത്ത് ചെയ്യുന്നതെങ്കിൽ ആ നിയത്ത് ചെയ്യുന്നത് തല തടവുന്നതായതുകൊണ്ട് അത് മടക്കണം. മുഖം കഴുകുന്നതിൻ്റെ മുമ്പ് തന്നെ നിയത്ത് വെക്കണം. ഇനി മുഖം കഴുകലാണോ നാം ആദ്യം കഴുകുന്നത്, അതിൻ്റെ മുമ്പേ മുൻകൈയും കഴുകലില്ലേ? മൂക്കിൽ വെള്ളം കൊപ്പിളിക്കലില്ലേ? ഇൻഷാ അല്ലാഹ് സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയും. ഇപ്പോൾ നമ്മൾ ഫർളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വുളൂഇൻ്റെ ഒന്നാമത്തെ ഫർളായ നിയ്യത്ത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.